ഹലോ, നമുക്കിന്ന് റോഹു മീൻ കറി വയ്ക്കുന്ന വീഡിയോ കാണാം കേട്ടോ. ഇത് റോഹു എന്ന് പറയുന്ന മീനാണ്. ഇത് കടയിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. അത് ഞാൻ ക്ലീൻ ആക്കി വെച്ചേക്കുന്നതാണ്. ഞാൻ അതിന് ചേർക്കാനുള്ള പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയാണ് അതിനകത്തേക്ക് ചേർക്കേണ്ടത്. പിന്നെ കടുകും വെളിച്ചെണ്ണ വേണം, ഉലുവയും വേണം. ഇത് കുടംപുളിയാണ്. ഇത് കഴുകി വെച്ച കുടംപുളിയാണ് കേട്ടോ. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. ഞാൻ ഉലുവ ചേർക്കാറുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില. ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് അതിനകത്തേക്ക് മുളക് പൊടി ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്കതിനകത്തേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. നമ്മുടെ മുളകൊക്കെ ഒന്ന് ചൂടായി വന്ന് പച്ചമണമൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. വെള്ളം ചേർത്ത് കൊടുക്കാം. ശേഷം അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഇപ്പോൾ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന കുടംപുളി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ അരപ്പെല്ലാം നന്നായിട്ട് തിളയ്ക്കണം. മീൻ കറിക്കുള്ള ചാറ് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഓരോരോ മീനാണ് ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ മീൻ പൊടിഞ്ഞു പോകും. മീനെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കണം. തീ കുറച്ചിട്ടിട്ട് കുറച്ച് സമയം മൂടി വയ്ക്കണം. ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കണം. മീൻകറി നന്നായിട്ട് തിളച്ച് തുടങ്ങി. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ മൂടി വയ്ക്കണം. ഇനി കുറച്ച് നേരം ചെറു തീയിലിരുന്ന് ചാറൊക്കെ ഒന്ന് പറ്റി വരണം. ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. പാകത്തിന് ഉപ്പുണ്ട്. ഉപ്പിച്ചിരി ഇട്ട് കൊടുത്തായിരുന്നു. ഇനി കറി വാങ്ങാൻ നേരത്ത് ഞാൻ അതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാറുണ്ട്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും. ശേഷം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടും.
എന്നിട്ട് കുറച്ച് സമയം കൂടി തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കും. അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇത് രാത്രിത്തേക്കുള്ള ചോറിൻ്റെ കൂടെയുള്ളതാണ് കേട്ടോ. ഇതാണ് ഇന്നത്തേക്കുള്ളത്. പയറ് തോരനുണ്ട്. ഇത് ഇന്നലെ വറുത്ത മീനാണ്, മീൻ വറുത്തതുണ്ട്. ഇത് മാങ്ങാച്ചാറ്. ഇത് ചോറ്, വെള്ളരിച്ചോറാണ്. ഇത് എനിക്കുള്ള ചോറ്, മറ്റത് ചേട്ടനുള്ള ചോറാണ് കേട്ടോ. ഇതാണ് മീൻകറി. ഒന്ന് കഴിച്ച് നോക്കാം. ചാർക്ക് നല്ല കുറുകി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഈ മീൻ ഒരുപാട് മുറുക്കമുള്ള മീനൊന്നുമല്ല, സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഹൈ റേഞ്ച് വില്ലേജ് എന്നാണ് ചാനലിൻ്റെ പേര്. നേച്ചർ കണ്ടൻ്റാണ് കൂടുതൽ ഇടാറ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.